ഹായ് എവരിവൺ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് അഗൈൻ. ഇന്ന് റെസിപ്പി വീഡിയോ ഒന്നുമല്ല, മറിച്ച് ചെറിയൊരു വ്ളോഗാണ്. എക്സ്പോ വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വ്ളോഗാണ് ഇന്നും അതുപോലെ തന്നെ ബാക്കിയുള്ള ദിവസങ്ങളിലും ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് എക്സ്പോ വീഡിയോസ് നിങ്ങൾ ഈ ഒരു സമയത്തിനകം കണ്ടിട്ടുണ്ടാവാം. എന്നിരുന്നാലും എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ട് ഇതിൽ നിന്നും കാണാൻ സാധിച്ചേക്കാം. ഒരുപാട് തവണ നമ്മൾ എക്സ്പോ പോയെങ്കിലും അതെല്ലാം നമ്മൾ വീക്ക് ഡേയ്സിലാണ് പോയത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് തിരക്ക് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്നും പോയത് ഫസ്റ്റ് ഡേ പോയത്, ഇപ്പോൾ ഇന്ന് കാണിക്കുന്നത് ഞാൻ ഫസ്റ്റ് ഡേ പോയതാണ്. അപ്പോൾ അത് നമ്മളൊരു വീക്ക് ഡേയിലാണ് പോയിട്ടുള്ളത്. മോളുടെ ക്ലാസ് ഉള്ളത് കാരണം ക്ലാസ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം, അതായത് 2 മണിക്ക് ശേഷമാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ കാറിലാണ് പോയത്. കാർ നമ്മൾ പാർക്ക് ചെയ്തു. അതായത് സസ്റ്റൈനബിലിറ്റി ഡിസ്ട്രിക്റ്റിൻ്റെ പാർക്കിംഗ് ഏരിയയിലാണ് നമ്മൾ പാർക്ക് ചെയ്തത്. അതിനുശേഷം നമ്മൾ അവിടെ ചെറിയൊരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട്, ബസ് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതുപോലൊരു ബസ് വരും. അപ്പോൾ അവിടുന്ന് നമ്മളെ പിക്ക് ചെയ്തിട്ട് മെയിൻ ഗേറ്റിൻ്റെ അവിടെ കൊണ്ടിറക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ മെയിൻ ഗേറ്റിൻ്റെ അവിടെ ഇറക്കി. അപ്പോൾ അവിടെ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് മെയിൻ ഗേറ്റിലേക്ക് നടക്കുമ്പോൾ ആ ഒരു ഗേറ്റിൻ്റെ ആ ഒരു ഫ്രണ്ടിൽ മുഴുവനായിട്ടും ആ ഒരു എക്സ്പോയിൽ പങ്കെടുക്കുന്ന 192 രാജ്യങ്ങളുടെയും ഫ്ലാഗുകൾ അതുപോലെ നിവർന്നു നിൽക്കുന്നത് കാണാം. അപ്പം നമ്മൾ മെയിൻ ഗേറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ബസ്സിന് വേണമെന്നുണ്ടെങ്കിലും പോവാട്ടോ. ട്രാൻസ്പോർട്ടേഷൻ കംപ്ലീറ്റ് ഫ്രീ ആണ്. എക്സ്പോ റൈഡർ എന്നും പറഞ്ഞ് കുറേ ബസ്സുകൾ പല എമിറേറ്റിൽ നിന്നും ഉണ്ട്. അപ്പോൾ നമ്മൾ ബസ്സിനും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സായിട്ട് പോയതും അതുപോലെ തന്നെ ഞാൻ തനിച്ച് പോയതും എല്ലാം ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പൗലിയൻ ഏതാണെന്ന് പോലും ഞാൻ നോട്ട് ചെയ്തിട്ടൊക്കെ പോയിട്ടുള്ള ദിവസങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കംപ്ലീറ്റ് ആയിട്ടും വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം ഇതാണ് മെയിൻ ഗേറ്റ്. ഒരു വലിയൊരു ഗേറ്റാണ്. നമ്മൾ ചെന്ന് കയറുമ്പോഴേ ഇതുപോലുള്ള ചെറിയ ചെറിയ റോബോട്ടുകളെ കാണാം. മക്കളൊക്കെ അത് കാണുമ്പോൾ ഒന്ന് ഓടിച്ചെന്ന് അതിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള ഒരുപാട് തരം മൂവ് ചെയ്യുന്ന റോബോട്ടുകളുണ്ട് അതിനകത്ത്. അപ്പോൾ ഇതിനകത്താണെങ്കിൽ നമുക്ക് ചെറിയ മാപ്പ് കിട്ടും. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് നടക്കാനാണെന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ്. ഓരോന്നും എവിടെയാണ്, ഏത് ഭാഗത്തൊക്കെയാണ് നമുക്ക് കവർ ചെയ്യേണ്ടത്, പൗലിയനൊക്കെ നോട്ട് ചെയ്തിട്ട് നമുക്ക് പോകാൻ എളുപ്പമാണ്. അപ്പോൾ ഞങ്ങൾ ഓരോ തവണ പോകുമ്പോഴും അങ്ങനെ ആ ഒരു മാപ്പ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് പോവാറുള്ളത്. ഫസ്റ്റ് ഡേ പോകുന്ന സമയത്ത് നമ്മൾ ഫുഡൊന്നും കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ഫുഡ് കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം ഫസ്റ്റ് തവണ നമ്മൾ ഒന്ന് പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ആ ഒരു പോക്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചു. അതിൻ്റെ കുറവുകളൊക്കെ പിന്നീടുള്ള പോക്കുകളിലൊക്കെ നമ്മൾ അതെല്ലാം ശ്രദ്ധിച്ചിട്ടാണ് പോയത്. പിന്നെ മെയിൻ ഗേറ്റിൽ നമ്മൾ കയറുന്ന സമയത്ത് നമ്മുടെ ബാഗൊക്കെ അവർ നല്ലതായിട്ട് ഫുൾ സ്കാൻ ചെയ്താണ് അകത്ത് കയറ്റുന്നത്. കയറുമ്പോൾ വാക്സിനേഷൻ ഡീറ്റെയിൽസ് കാണിക്കണം, അതുപോലെ തന്നെ ടിക്കറ്റും കാണിക്കണം. പിന്നെ ഇവിടെ 3 ഡിസ്ട്രിക്റ്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സസ്റ്റൈനബിലിറ്റി ഡിസ്ട്രിക്റ്റ്, അതുപോലെ തന്നെ മൊബിലിറ്റി ഡിസ്ട്രിക്റ്റ്, ഓപ്പർച്യൂണിറ്റി ഡിസ്ട്രിക്റ്റ്. പിന്നെ അതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് അൽവാസൽ പ്ലാസയാണ്. അപ്പോൾ അതാണ് ഇതിനെല്ലാം യോജിപ്പിക്കുന്ന ഒന്നെന്ന് പറയുന്നത്. അപ്പം ഏതായിരുന്നാലും നമ്മളതിനകത്ത് കയറി കഴിഞ്ഞ് ഫസ്റ്റ് നമ്മൾ വിസിറ്റ് ചെയ്യുന്ന പൗലിയൻ എന്ന് പറയുന്നത് സ്ലോവേനിയയാണ്. അപ്പോൾ നല്ല ഭംഗിയിലാണ് അത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ചെന്ന് കയറുമ്പോഴേ 2 സൈഡിലായിട്ട് ഇതുപോലെ കല്ലുകളൊക്കെ നിരത്തി അതിനകത്ത് ഇങ്ങനെ വെള്ളമൊക്കെ നിറഞ്ഞ് അങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ചെന്ന് കയറിയ ഉടനെ തന്നെ അവിടെ അതുപോലെ നല്ല രസമായിട്ടുള്ള ഒരു സോങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നമ്മൾ ചെന്ന് കയറിയപ്പോഴേ ഒരു സോഡ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടി. പിന്നെ ഒരു സോനിയറും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് ഇതുപോലെ തേനീച്ചയുടെ ഒരു വലിയ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ അടങ്ങുന്ന ഒരു വീഡിയോ അവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇന്ന് അതായത് ഫസ്റ്റ് ഡേ നമ്മൾ കവർ ചെയ്തിട്ടുള്ള ഒരു പകുതി പൗലിയൻസ് ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പം ബാക്കി വിശേഷങ്ങൾ അടങ്ങുന്ന വീഡിയോസൊക്കെ തുടർന്നിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ അങ്ങനെ കണ്ടു പോകാം. ഓരോ പൗലിയൻ്റെയും കാഴ്ചകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയിൽ ഇങ്ങനെ സംസാരിച്ചിട്ട് മുഷിപ്പിക്കുന്നില്ല കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ തുടർന്ന് കാണാം.
if it's controlling you. I know that time can heal it all. I just gotta get through. I just gotta get through. I just gotta get through. Cause I feel like taking off, find a place with a view. The pain is never gonna stop if it's controlling you. I know that time can heal it all. I just gotta get through. Sometimes I feel like all is lost, but I know it's not true. I wanna put up all my walls cause I'm not in the mood, but then I cut myself off from the rest of the room. I know that time can heal it all if you're patient and soon. It can all be worth it, all the searching. Pain is never really permanent, but damn it hurts, man. I could feel all of the turbulence and it's concerning. I've been searching for a purpose, I hope it's worth it. This society is really trying me. Ain't no hide and seek, I hide to be far from anxiety. I need my space, I need my privacy. I need some silence, please, you're all too loud. You don't speak quietly, opinions violently thrown across every surface. It makes me nervous. Is the world honestly burning? That's all I'm learning. Hope that we can make a turn and start reversing all our minds and put the work in. We got some work, man. I can hear the demons call when they do what they do. And now I feel like taking off, find a place with a view. The pain is never gonna stop if it's controlling you. I know that time can heal it all. I just gotta get through. I just gotta get through. I just gotta get through. Cause I feel like taking off, find a place with a view. The pain is never gonna stop if it's controlling you. I know that time can heal it all. I just gotta get through. I just gotta get through. Gotta get through this, life is a nuisance, tie up some loose ends. I try to be human, find a solution, my evolution. A place like this, it didn't exist, we made it like this. So you can go pick the bad or the good, got a glass halfway. I know, it's easier to hide than just to lay low. ഇതാണ് ഈ ഒരു എക്സ്പോയുടെ തീം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സ്പോയുടെ ഏറ്റവും സെൻട്രൽ ഭാഗം എന്ന് പറയുന്നത്. 3 ഡിസ്ട്രിക്റ്റായിട്ട് ഡിവൈഡ് ചെയ്തതിനെ ആ 3നെയും യോജിപ്പിക്കുന്ന ഒന്ന്, അത് കണക്ട് ചെയ്യുന്ന ഒന്ന്, അൽ വാസിൽ പ്ലാസ. വലിയൊരു ഓപ്പൺ സ്റ്റേജ് ഉണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ ഈ കാണുന്ന ഈ ഒരു അൽ വാസിൽ പ്ലാസയിൽ ഒരു സ്റ്റോറി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഓരോ ദിവസം പലതരം സ്റ്റോറികളും പലതരം കാഴ്ചകളുമാണ് അതിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മെയിൻ ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് ഇതിനകത്തുള്ള ആ ഒരു വലിയ ഓപ്പൺ സ്റ്റേജിനകത്താണ് അവർ ഓരോ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ സമയം ഇരുന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള അത്രയും കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, സ്റ്റോറി ആയിരുന്നാലും മറ്റെന്ത് കാഴ്ചകളായിരുന്നാലും. അപ്പോൾ ഇന്നത്തെ കാഴ്ച എന്ന് പറയുന്നത് ഞാനിവിടെ നിർത്തുവാണ്. ഫസ്റ്റ് ഡേ പോയതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നെക്സ്റ്റ് എപ്പിസോഡിലായിട്ട് ഇടാം, നെക്സ്റ്റ് വീഡിയോയിലായിട്ട് ഉൾപ്പെടുത്താം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.